സായാഹ്നങ്ങളെ സംഗീത സാന്ദ്രമാക്കി കണ്ണൂരിൽ ഒരു കൂട്ടം ആളുകൾ ജോലിഭാരമെല്ലാം ഇറക്കിവെച്ച് ഇളം കാറ്റേറ്റ് സായാഹ്നം ആസ്വദിക്കാൻ ടൗൺ സ്ക്വയറിലെത്തുന്നവർക്കാണ് സ്ക്വയർ സിംഗേഴ്സ് സായാഹ്ന വിരുന്നൊരുക്കുന്നത്. പ്രായഭേദം ഏതുമില്ലാതെ ഈ ഗായക സംഘം പാട്ടുകൂട്ടം ആരംഭിച്ചിട്ട് വർഷങ്ങൾ ഏറെയായി. ആസ്വാദനത്തിനെത്തുന്നവർ പോലും സ്ക്വയർ സിംഗേഴ്സിന്റെ ഭാഗമായി മാറുന്നുവെന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു മനസ്സിന് കുളിർമേകുന്ന ഒരു സംഭവമാണ്. അതിനിടെ നമ്മളെ ഒരു കാന്തിക വലയത്തിലാക്കുന്ന കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. KPK നമ്പ്യാർ സാറും അതുമാതിരിയുള്ള പലരുമായിട്ട് ഇവിടെ പാട്ടിൻ്റെ അകത്ത് അങ്ങ് ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവരോട് തന്നെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കാരണം നമുക്ക് ഇന്ന് ഒരു ദിവസമല്ല, കാലങ്ങളായിട്ട് ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണിത്. ഏകദേശം 2 വർഷമായി ഇത് ഇവിടെ ഈ ഗാന നിങ്ങൾ ആരംഭിച്ചിട്ട് 2 വർഷമായി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പിന്നെ മൈക്കൊന്നും സ്പീക്കറൊന്നും ഇല്ലാതെ പാടിക്കൊണ്ടിരുന്നു. വെറുതെ കാറ്റ് കൊള്ളാൻ വരുന്ന സമയത്ത് പാടിക്കൊണ്ടിരുന്നു. പിന്നെ മൈക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇത് ഇപ്പം വലിയൊരു പാർട്ടി സ്പീക്കറിലാണ് ഇപ്പം നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം നല്ല അന്തരീക്ഷത്തിൽ ഈ 2 പാട്ട് 3 പാട്ട് പാടിയിട്ട് പോയാൽ ഒരു മനസ്സിന് ഒരു നല്ല സുഖമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ പ്രായമുള്ള ആൾക്കാർക്ക്. മഹാമാരിയായ കൊറോണ കഴിഞ്ഞ സമയം അതിൽ നിന്നൊക്കെ മോചനം നേടാൻ ചെറിയ രീതിയിൽ ആരംഭിച്ച പാട്ടുകൂട്ടമാണ് സ്ക്വയർ സിംഗേഴ്സ്. ചെറിയൊരു ഹാൻഡ് മൈക്കുമായി ആരംഭിച്ച വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യക്തികളുടെ കൂട്ടായ്മയായി സ്ക്വയർ സിംഗേഴ്സ് വളർന്നു. ഇതിൻ്റെ കാതലായ ഭാഗം ആസ്വാദനം തന്നെയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ 80 വയസ്സുവരെയുള്ളവർ ഇവിടെ പാട്ടുപാടി ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ആസ്വാദനം എന്ന കളിയുടെ വ്യാപ്തി തന്നെയാണ്. മരക്കാർ കണ്ടിയിൽ താമസമാക്കിയ ഹാരിസ് ബഹ്റൈനിൽ ജോലി ചെയ്യവേ 2013 ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് സ്പൈനൽ ഇഞ്ചുറിയായി. തുടർന്ന് 11 വർഷമായി വീൽ ചെയറിലാണ്. ഈ അടുത്ത കാലത്ത് സ്ക്വയർ സിംഗേഴ്സിനെ പറ്റി കേട്ടാണ് ടൗൺ സ്ക്വയറിൽ എത്തിയത്. ഇവരോടൊപ്പം ചേർന്നതിന് ശേഷം പാട്ടിൽ ലയിച്ച് പ്രയാസങ്ങൾ ഒക്കെ മറക്കാൻ കഴിയുന്നു എന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുന്നു. ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത് ബഹ്റൈനിലാണ്. എനിക്ക് 2013 ഒരു അപകടത്തിൽപ്പെട്ട് സ്പൈനൽ ഇഞ്ചുറിയായി. ഇപ്പോൾ 11 വർഷത്തിന് മേലായി ഞാൻ വീൽ ചെയറിലാണ്. അങ്ങനെ പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പാട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ചെറുപ്പം മുതലേ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പാടണമെന്നുള്ളൊരു അവസരം മറ്റു ജോലികളൊന്നുമില്ല. അങ്ങനെ പാട്ട് പഠിക്കാൻ വേണ്ടി ഒരാളെ കണ്ടുപിടിച്ചു. പുള്ളി എൻ്റെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാറുണ്ട്. സ്ക്വയർ സിംഗേഴ്സിൻ്റെ വത്സരാജ് എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ പാട്ട് കേൾക്കുന്ന അവിടുന്ന്. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് 2 പാട്ട് കേട്ടു. എന്നിട്ടാണ് എന്നെ ഇവിടെ ടൗൺ സ്ക്വയറിലേക്ക് ക്ഷണിച്ചത്. അതുമുതൽ ഇപ്പോൾ ഏകദേശം 1 വർഷമായി ഞാനൊരു 100 പാട്ടിൻ്റെ അടുത്തേക്ക് പാടി. ഏകദേശം ചില പാട്ടുകളൊക്കെ ഇതായി പോയിട്ടുണ്ട്. നന്നായിട്ട് ഒരുവിധം നന്നായി പാടാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരും ജനങ്ങളും ഓഡിയൻസും പറയുന്നുണ്ട്. അത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ഇത് വീട്ടിലിരുന്ന് മുഷിപ്പ് പിടിച്ച് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് വൈകുന്നേരം സായാഹ്നത്തിൽ ഇവിടെ വരുന്നത് കൊണ്ട് വളരെയധികം മാനസികമായി സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും പാടാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 35,000 രൂപ വില വരുന്ന പാർട്ടി സ്പീക്കറാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ 6:30 മുതൽ 8:30 വരെയാണ് സംഗീത സായാഹ്നം ടൗൺ സ്ക്വയറിൽ നടക്കുന്നത്. ഏകദേശം 350ഓളം അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഇതിനോടകം തന്നെ നിരവധി സ്റ്റേജ് ഷോകളും സ്ക്വയർ സിംഗേഴ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വൈകുന്നേരത്തെ വലിയ എന്താ പറയുക, സമയം പോക്ക് മാത്രമല്ല, വളരെ നന്നായിട്ട് പാടുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ വന്നപ്പോൾ നമ്മളെല്ലാവരും എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും, ഇപ്പം നമ്മുടെ
കുട്ടി അടക്കമുള്ള ആളുകൾ വളരെ നന്നായിട്ട് പാടുന്നു എന്നുള്ളത്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ വരുന്ന കപ്പിൾസ്, ഇപ്പം ഒരുപാട് ദമ്പതിമാർ വരും, അവർക്കൊക്കെ നമ്മൾ ഇവിടെ പാടാൻ ചാൻസ് കൊടുക്കും. എന്തായാലും സ്ക്വയർ സിംഗേഴ്സ് ഒരുക്കുന്ന ഈ സംഗീത വിരുന്ന് ആസ്വാദന മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. നേർസ്ഥാനം വത്സേട്ടനാണ് ഒരു ഹാൻഡ് മൈക്കും കൊണ്ടുവന്നിട്ട് തുടങ്ങിയത് കൊറോണക്ക് മുന്നേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി വർഷം എത്രയാണെന്നുള്ളത്. ഇപ്പോഴും ഞങ്ങൾ നല്ലൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് റാഷിദ് കൗവായി, ഗഫൂർ, ഒരുപാട് പേരെടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് ഒക്കെ ഞങ്ങളുടെ ഇതിൽ. ഞങ്ങൾക്ക് ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. വളരെ സന്തോഷം. KSEB റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ വത്സരാജ്, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് റഷീദ് കവോയും അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പാണ് സ്ക്വയർ സിംഗേഴ്സ് ട്രൂപ്പ് നിയന്ത്രിക്കുന്നത്. തീർച്ചയായും ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിന് കുളിർമേകുന്ന ഒരു സംഭവം തന്നെയാണ്. വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഓർത്താൽ മാത്രം എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും പറക്കും. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.